5 years ബാക്ക് സോണി അവരുടെ മാസ്റ്റർ പീസ് ക്യാമറയായ സോണി FX3 പുറത്തിറക്കി. ഇന്നിപ്പോൾ 5 വർഷത്തിനിപ്പുറം ആ FX3ക്ക് ഒരു അപ്ഡേഷൻ കൊണ്ടുവരുന്നെന്ന് റൂമേഴ്സ് കേൾക്കുന്നു. എന്നാൽ FX3 Mark II എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെയല്ല, FX5. ഇതായിരിക്കും സോണിയുടെ ഫസ്റ്റ് ഓപ്പൺ ഗേറ്റ് ക്യാമറ. 3:2 5K ഓപ്പൺ ഗേറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റും. 4K 240 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. ഗ്ലോബൽ ഷട്ടറാണ്. ഇതൊക്കെയാണ് റൂമേഴ്സ് കേൾക്കുന്നത്. വെനീസിലെ കുറച്ച് ലേഔട്ട് കാര്യങ്ങളും അതിൻ്റെ ഒരു കളർ സയൻസും ഇതിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ക്യാമറ വേറെ ലെവലായിരിക്കും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ ഒരു ക്യാമറയെ കൊല്ലാൻ വേണ്ടി ഒരുപാട് കമ്പനീസ് ഒരുപാട് ക്യാമറ ഇറക്കി. FX3 കില്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ ഈ FX3യെ തൊടാൻ പോലും പറ്റിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അടുത്തിറങ്ങിയ C50 ആണ് കുറച്ചെങ്കിലും മുന്നിലോട്ട് വന്നത്. എന്നാൽ C50ക്ക് പോലും അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ട്. ഇന്ന് 5 വർഷത്തിന് ഇപ്പുറം ഇറക്കുന്ന ക്യാമറയും 5 വർഷത്തിന് മുന്നിലുള്ള ക്യാമറയുമായിട്ടാണ് മത്സരിക്കുന്നത്. എന്നാൽ ഇന്ന് വരാൻ പോകുന്ന ഈ റൂമേഴ്സ് എല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കമ്പനീസൊക്കെ ഒരു 5 വർഷത്തോടെ പണിയെടുക്കേണ്ടി വരും ഇതിൻ്റെ കൂടെ എത്തത്. ഈ ജൂലൈയിലാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. സോണി ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞാൻ FX3 ആണ് യൂസ് ചെയ്യുന്നത്. മറ്റുള്ളൊരു ക്യാമറ കമ്പനിയുമായിട്ട് എനിക്ക് തിങ്ക് ചെയ്യാൻ പോലും ഇവർ സമ്മതിക്കുന്നില്ല. അതുപോലത്തുള്ള ക്വാളിറ്റിയും അതുപോലുള്ള ഔട്ടും അതിൻ്റെ ഒരു ലോ ലൈറ്റ് പെർഫോമൻസ് ഒക്കെയാണ് ഈ FX3 വരുന്നത്. ഇവരിതിന് FX3 Mark II എന്ന് പേരിടാതെ FX5 എന്ന് പേരിടാൻ വേറൊരു റീസൺ ഉണ്ടായിരിക്കാം. ഐ തിങ്ക് പ്രൈസ് തന്നെ ആയിരിക്കും. കാരണം FX3 ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ 3,55,000 അവൈലബിൾ ആണ്. എന്നാൽ FX3 Mark II എന്ന പേരിൽ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു 4 lakh അറൗണ്ടിലെ ഈ പ്രൈസ് ഇടാൻ പറ്റുള്ളൂ. കാരണം ഒരു അപ്ഡേഷൻ വരുമ്പോൾ ഒരു 50,000 ഡിഫറൻസ് ഒക്കെ ഈ അപ്ഡേഷൻ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ FX5 മിനി വെനീസ് എന്ന് പറയപ്പെടുന്ന ഈ ക്യാമറയ്ക്ക് ഒരിക്കലും ആ ഒരു പ്രൈസിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തായാലും ഒരു 5 lakh എബോ അവരുടെ ഒരു മാസ്റ്റർ പീസ് വീഡിയോ ക്യാമറ തന്നെയായിരിക്കും ഈ ക്യാമറ. FX6 കമ്പയർ ചെയ്യുമ്പോൾ FX6ൻ്റെ മുകളിൽ പ്രൈസ് പോകാൻ സാധ്യതയുണ്ട്. കാരണം FX6 യാതൊരു ബന്ധവും FX5 ഉണ്ടാവില്ല. കാരണം FX6ഉം FX3യും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഒരു കോമ്പാറ്റബിൾ ബോഡി ആൻഡ് സിനിമാറ്റിക് ബോഡി, ആ രണ്ട് തമ്മിലുള്ള ചെറിയ മാറ്റങ്ങളുള്ളൂ. കണക്ടിവിറ്റി കാര്യങ്ങളുടെയൊക്കെ മാറ്റങ്ങളുള്ളൂ. എന്നാൽ FX5 ഇതിനെല്ലാം വേറിട്ട് നിൽക്കും. പ്രൈസും ഒന്ന് വേറിട്ട് നിൽക്കും. എന്തായാലും റൂമേഴ്സ് എല്ലാം ശരിയാണോ നോക്കാം. ഐ ആം വെയിറ്റിംഗ്.